പ്രാക്ടിക്കൽ എഫക്റ്റുകൾ പരമാവധി ഉപയോഗിക്കുക എന്നതിനോടുള്ള തന്റെ താല്പര്യം പലതവണ ക്രിസ്റ്റഫർ നോളൻ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു മനുഷ്യന്റെ കുറ്റബോധവും കാര്യങ്ങളുമാണ് ഈ സിനിമയുടെ ഫോക്കസ് പോയിന്റ് എന്നതുകൊണ്ട് വിഷ്വലുകൾ പലപ്പോഴും അയാളുടെ പോയിന്റ് ഓഫ് വ്യൂവിലോ അതിനടുത്ത് നിന്നുകൊണ്ടോ ആണ്. വളരെ വൈഡായിട്ടുള്ള എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട് പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഈ സിനിമ പോകുന്നത് താരതമ്യേന വളരെ കുറവാണ്. ഹോമറിന്റെ ഓഡിസിയുടെ ഒരു ഫണ്ടമെന്റൽ സ്ട്രക്ചർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് പലതരത്തിലുള്ള മോൺസ്റ്റേഴ്സ് ഒക്കെയുള്ള ഒരു ഫാന്റസി പരിപാടിയാണ്. പക്ഷേ വലിയ മോൺസ്റ്ററുകളുടെ വിഷ്വൽ കാണിച്ച് പേടിപ്പിക്കുക എന്നതിന് പകരം പ്രേക്ഷകനെ ഇതെല്ലാം ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒഡീസിയസിന്റെ ക്രൂവിലെ ഒരാളാക്കി നിർത്തുക എന്ന രീതിയിലാണ് നോളൻ കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൈക്ലോപ്സും പിന്നീട് സിലയും അറ്റാക്ക് ചെയ്യുന്ന പാനിക് ആയിട്ടുള്ള വിഷ്വലുകളിൽ ഈ മോൺസ്റ്റേഴ്സിനെ മുഴുവനായിട്ടും കാണിക്കാതെ തന്നെ അവർ എക്സ്പീരിയൻസ് ചെയ്ത ഹൊറർ എന്താണെന്ന് പ്രേക്ഷകന് കാണിച്ചു കൊടുക്കാൻ ക്രിസ്റ്റഫർ നോളന് സാധിക്കുന്നുണ്ട്. ഫൈനൽ ആക്ടിൽ വരുന്ന കാര്യങ്ങൾ പ്രെഡിക്റ്റബിൾ ആണെങ്കിലും ചില രസകരമായ പേ ഓഫുകൾ പ്ലേസ് ചെയ്തുകൊണ്ട് ആ ഒരു ആക്ഷൻ ബ്ലോക്കിനെയും സിനിമ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നുണ്ട്.